മക്കാ മുശ്രിക്കുകളാൽ ഉപരോധിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞിരുന്ന ഒരു കാലം, ഇലകളും മരപ്പട്ടകളും മാത്രം കഴിക്കാനുണ്ടായിരുന്ന ഒരു കാലം, അതിശൈത്യവും അതിരൂക്ഷമായ ചൂടുമേറ്റുകൊണ്ട് കഴിഞ്ഞിരുന്ന ഒരു കാലം. ആ സമയത്ത് പ്രവാചകനോടൊപ്പം ആശ്വാസമായി, തണലായി, സമാധാനമായി, സ്വാന്തനമായി നിലകൊണ്ടിരുന്നത് ഖദീജയായിരുന്നു. ആ ഖദീജയോട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, പ്രിയമേ, വീട്ടിലേക്ക് മടങ്ങിക്കൂടെ? ഈ ഉപരോധം എന്ന് തീരാനാണ്? ഈ കഷ്ടപ്പാടുകൾ എന്തിനാണ് നിങ്ങൾ സഹിക്കുന്നത്? പ്രവാചകന്റെ കൽബ് പൊട്ടിയിട്ടുള്ള ചോദ്യമാണ്. ഖദീജ എന്ന് പറഞ്ഞാൽ ആരാ? മക്കയിലെ അതിസമ്പന്നയായ പെണ്ണാണ്, കുലീനതയുള്ള പെണ്ണാണ്, കുടുംബ മഹിമയുള്ള പെണ്ണാണ്, കോടീശ്വരിയായ പെണ്ണാണ്, ചുറ്റും പരിചാരകരെയുള്ള പെണ്ണാണ്. ഖുവൈലിദിന്റെ മകളാണ് പ്രിയപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. പ്രായം 67 കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ഖദീജയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, മരപ്പട്ടയും ഇലകളും ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് വല്ലഭന്റെ ഹൃദയം പൊട്ടിയിട്ട് ഖദീജയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രിയമേ, വീട്ടിലേക്ക് മടങ്ങിക്കൂടെ? വീട്ടിലേക്ക് മടങ്ങിക്കൂടെ? കറവ പറ്റാത്ത ഒരൊട്ടകവും ചുറ്റും പരിചാരകരുമുണ്ടല്ലോ. പ്രിയതമന്റെ അടുത്തേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചേർന്നിരുന്നിട്ട് ആ പുണ്യ നബിയോട് ഖദീജ ബീവി പറഞ്ഞ വാചകമുണ്ട്. ആർക്ക് പറയാൻ കഴിയും അതുപോലൊരു വാചകം? അങ്ങ് എവിടെയാണോ അവിടെയാണ് എൻ്റെ സ്വർഗം. അങ്ങ് എവിടെയാണോ അവിടെയാണ് എൻ്റെ സ്വർഗം. അത് പറയാൻ ധൈര്യം കാണിച്ച ഒരു വനിത ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. വർത്തമാന കാലഘട്ടത്ത് പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ ഇതുപോലെ പറയാൻ ഒരു ചരിത്രമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതിസമ്പന്നതയിൽ കഴിഞ്ഞിരുന്ന ഖദീജ ബീവിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രിയപ്പെട്ട പെങ്ങളെ, ഒന്നോർത്തു നോക്ക്. ആ ഖദീജ ബീവി പറയുകയാണ്, അങ്ങ് എവിടെയാണോ അവിടെയാണ് എൻ്റെ സ്വർഗം. അങ്ങ് ഭക്ഷണം കഴിക്കുന്നത് എന്താണോ അതിൻ്റെ ബാക്കിയാണ് എൻ്റെ അന്നം. അങ്ങ് എവിടെയാണോ കിടന്നുറങ്ങുന്നത് അതിൻ്റെ അരികിലാണ് എൻ്റെ ശയനം. അങ്ങില്ലാതെ എനിക്കെന്തു സ്വർഗം? അങ്ങില്ലാതെ എനിക്കെന്ത് സമാധാനം? അങ്ങില്ലാതെ എനിക്കെന്ത് സന്തോഷം? ഖദീജ ബീവി പറഞ്ഞ വാചകമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് എത്ര പേർക്ക് ഇത്തരത്തിലൊരു കഥ പറയാൻ, അല്ലെങ്കിൽ ഈ ഒരു വാക്ക് തൻ്റെ ഭർത്താവിനോട് പറയാനുണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം.